Okay, good morning to all, and a warm welcome you to the Cloud Study Jam 2. It is basically on Google Developer Essential. And first of all, I congratulate all the students who completed the first track. They did a great job during a short period of time. About Cloud Study Jam. We all know about the Cloud Study Jam. Today we will take about the fundamentals of cloud native application development and an intro to the second track of the program. This session will be taking 2 hours. Okay, this is the event agenda today. So, നിങ്ങൾ ട്രാക്ക് 1 കംപ്ലീറ്റ് ചെയ്ത് 23rd തുടങ്ങി നിങ്ങൾ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാക്കിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കുറവ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഓണമാണ്, അതിൻ്റെ ആണോന്ന് അറിയില്ല. അതുപോലെ തന്നെ ചിലർ ട്രാക്ക് 1 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ട്രാക്ക് 1 കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സെപ്റ്റംബർ 20 വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ട്രാക്ക് 1ഉം ട്രാക്ക് 2ഉം ട്രാക്ക് 3ഉം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ സിലബസ്. ട്രാക്ക് 1 ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ട്രാക്ക് 2 ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആണ്, ട്രാക്ക് 3 എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. സോ ട്രാക്ക് 2വിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ക് 2വിൽ ബേസിക് ആയിട്ട് 5 ക്വസ്റ്റ് ആണുള്ളത്. ഗൂഗിൾ ഡെവലപ്പർ എസെൻഷ്യൽ, ഓക്കെ ഗൂഗിൾ ബിൽഡ് ഇന്ററാക്റ്റീവ് ആപ്സ് വിത്ത് ഗൂഗിൾ അസിസ്റ്റന്റ്, മെഷീൻ ലേണിംഗ് APIs, ക്ലൗഡ് ഡെവലപ്മെന്റ് ആൻഡ് ക്ലൗഡ് ലോഗിംഗ്. സോ ക്ലൗഡ് ട്രാക്ക് 2വിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്ലൗഡിന്റെ ഗൂഗിൾ ക്ലൗഡിനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതായത് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സ്കാലബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു സെക്യൂർ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഗൂഗിൾ ക്ലൗഡിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും, ഒരു ട്രാക്ക് ആയിരിക്കും ഇത്. ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ ചെയ്യുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും. ഒരുപാട് പേര് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അവരോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും ഓരോ ആപ്ലിക്കേഷൻസ് എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽ ബാഡ്ജസ് ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ. അത് നിങ്ങളുടെ ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കിൽ ബാഡ്ജ് ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ 5 ക്വസ്റ്റിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള 5 ക്വസ്റ്റുകൾ ഇങ്ങനെ തന്നിരിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മൈൽ സ്റ്റോൺ, അതുപോലെ തന്നെ പ്രൈസസും നിങ്ങൾക്ക് അറിയാം. 6 ക്വസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൈസസും, അതുപോലെ തന്നെ 12 ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്ന ഗിഫ്റ്റും, അതുപോലെ തന്നെ 8 സ്കിൽ ബാഡ്ജ്, അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് അറിയാം. ദെൻ ഹാൻഡ് ഓവർ ടു മുബാഷ്. ഇതൊരു തിയറിറ്റിക്കൽ ഒരു സെഷനാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളതെല്ലാം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സെഷൻ കഴിഞ്ഞാൽ തന്നെ അയച്ചു തരുന്നതാണ്. താങ്ക് യു ജേഷ്. നമുക്ക് ആദ്യം കുറച്ച് ഡൗട്ട്സ് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ കുറേ ചെയ്തു, കുറേ പേർക്ക് കുറേ ഡൗട്ടുകൾ വന്നു. അപ്പോൾ അതിൽ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഗ്രൂപ്പിൽ മാക്സിമം ചോദിക്കുക എന്നുള്ള ഒരു കാര്യം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 4 മണി, രാത്രിയല്ല രാവിലെ 4 മണിക്ക് ഒക്കെ ആയിരിക്കും ഞങ്ങൾക്ക് മെസ്സേജ് വരിക. ലാബ് കംപ്ലീറ്റ് ചെയ്ത് ലാബിന്റെ എന്താണ് ഇങ്ങനെ എറർ കാണിക്കുന്നു, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പലരും കുറെ പേര് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് തന്നെ ആയിരിക്കും പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ ഇന്നലെ ഒരാൾ ലാബ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പൊ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം വേറൊരു ഫ്രണ്ടിന് വരുമ്പോൾ മനസ്സിലാവും, ഇവിടെ എനിക്കും വന്നിരുന്നു അത്. പക്ഷെ ഞങ്ങളൊരു 2 മാസം മുന്നേ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ലാബുകളെല്ലാം എറേഴ്സ് ഓർത്തിരിക്കില്ല നമ്മളെപ്പോഴും. അതാണ്. പിന്നെ മാക്സിമം എറേഴ്സ് ഞങ്ങൾ പറഞ്ഞു തരാം. ചിലപ്പോൾ സമയത്ത് പേജ് റിഫ്രഷ്മെന്റ് അങ്ങനെയുള്ള ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്ക് എൻഡ് ഇഷ്യൂസ്, ക്ലൗഡിന്റെ തന്നെ ഗൂഗിൾ ക്ലൗഡിന്റെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു മാസീവായിട്ടൊരു ഇഷ്യൂ കണക്ക് വന്നതാണ്. എല്ലാ പേർക്കും വന്നു ഗൂഗിൾ ക്ലൗഡ് ഷെല്ല് വർക്ക് ചെയ്യാണ്ടായി.
അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഒക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. അത് വീണ്ടും ശരിയാക്കി. ഇന്നലെ വേറെ കുറെ കോളേജുകളിലെ സ്റ്റുഡൻസിനൊക്കെ അങ്ങനെ ഇഷ്യൂസ് വന്നു. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ ദയവ് ചെയ്ത് ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഗൂഗിൾ ക്ലൗഡ് ഷെല്ല് വർക്ക് ചെയ്യാതിരുന്ന സമയത്താണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചാറ്റ് സപ്പോർട്ടിൽ പോയിട്ട് ഗൂഗിൾ ക്ലൗഡ് ഷെല്ല് വർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് റീക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയാം. പക്ഷെ അതല്ല ചെയ്തത് പലരും. അതൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എറർ കൊണ്ട് അല്ലെങ്കിൽ ടൈം ഔട്ട് ആയത് കാരണം ഓക്കെ നിങ്ങൾ പോയി ക്രെഡിറ്റ് ചോദിച്ചു. അങ്ങനെ ആയപ്പോൾ അവർ തന്നെ ഞങ്ങളോട് ഇൻസ്ട്രക്ട് ചെയ്തു, ക്രെഡിറ്റിംഗ് നിർത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും അഡീഷണൽ ക്രെഡിറ്റ്സ് വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് അസ്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, എന്നെയോ അജേഷിനെയോ. ക്രെഡിറ്റ് തീർന്നു, 100-ന് താഴെയായി അല്ലെങ്കിൽ 50-ക്ക് താഴെയായി, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇനി കൂടുതൽ ലാബുകൾ ചെയ്യാനുണ്ട്, ആ ക്രെഡിറ്റ് വെച്ച് നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ജസ്റ്റ് കോൺടാക്ട് അസ്, എന്നെയോ അജേഷിനെയോ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള എന്താണ് വഴി എന്നുള്ളത് ഞങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, അത് ഓരോരുത്തരും പേഴ്സണലി ചോദിക്കുക, അല്ലാതെ ഗ്രൂപ്പിൽ ചോദിക്കേണ്ട. കാരണം ഗ്രൂപ്പിലൊന്നും ഞങ്ങൾ ആ ക്രെഡിറ്റിന്റെ കാര്യമില്ല. കാരണം ചില ആളുകൾക്ക് 500 ക്രെഡിറ്റ് കൊണ്ട് തന്നെ തീരും, ചില ആളുകൾക്ക് ചിലപ്പോൾ തീർന്നില്ല എന്ന് വരും. ചിലപ്പോൾ കാരണം നിങ്ങൾ പുതിയതാണ്, നിങ്ങൾ കുറേ അധികം തെറ്റുകൾ വരും ചിലപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ചെയ്യാൻ ചിലപ്പോൾ വിട്ടുപോകും നിങ്ങൾ. അതൊക്കെ അതേ കണക്ക് തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കുക, അതാണ് ചെയ്യുന്നത്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാവരോടും കൂടി, ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവരോടും കൂടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ എന്താണ് ഈ ഒരു ലാബുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അക്യൂർ ചെയ്യുന്നത്? ജസ്റ്റ് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു 87 ആളുകളുണ്ട് മൊത്തത്തില് മെമ്പേഴ്സ് ആയിട്ട് ഇപ്പോൾ ഈ ലൈവിലുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി ചാറ്റ് ബോക്സ് വഴി, നിങ്ങൾ എന്താണ് ഈ ലാബുകൾ വഴി നിങ്ങൾ അക്യൂർ ചെയ്യുന്നത്, നിങ്ങൾ നേടുന്നത് എന്താണ്, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ എന്താണ്, നോളജ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുവാണോ, അങ്ങനെ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു കമന്റ്. നോ റെസ്പോൺസ്. expand my knowledge, Faya skill, Arjun, expand my knowledge, Anand, okay, Anand, skill in knowledge, okay. At least I know I have got fundamental understanding how practically working on Google Cloud Console, okay, familiarization with the GP platform, knowledge, the basic of GCP, learn fundamentals of knowledge, skill development, knowledge, okay. Okay, കുറച്ച് പേര് അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, കറക്റ്റ്, റെഡി ആയില്ല, എന്താ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കുറെ പഠിക്കാനുണ്ട്. യെസ്, എക്സ്പീരിയൻസ് ഓൺ ഗൂഗിൾ ക്ലൗഡ് ഷെൽസ്, knowledge about Google Cloud, developing my skill, okay, go through knowledge, basics, GCP, got a basic knowledge, knowing about cloud platform, എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, so എനിക്ക് knowledge കിട്ടും. Yeah, good. Aditya, knowledge in cloud shell, okay, what a Google Cloud is fundamentally, okay, how to interacting with the cloud platform and how utilizing the platform developing ports, basic knowledge about this GCP, okay. കുറേ പേര് പറഞ്ഞു യെസ് നോളജ് ഉണ്ട്, ശരിയാണ്. നോളജ് വലിയൊരു വേർഡാണ്, കാരണം അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കിട്ടില്ല പല കാര്യങ്ങളും. ബട്ട് നിങ്ങൾ ലാബുകൾ ചെയ്യുന്നതോടെ നോളജ് അല്ല കിട്ടുന്നത്. ലാബുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നോളജ് കിട്ടില്ല. ലാബുകൾ ചെയ്ത് നിങ്ങൾ ആ കോഡുകളൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് നോളജ് ആവുന്നത്. ഇങ്ങനെയും വരാം. എറേഴ്സ് വരുമ്പോൾ അതൊരു നോളജാണ്. ലാബ് ചെയ്ത് എറർ വരുമ്പോൾ ഒരു നോളജാണ്. പക്ഷെ ചെയ്യുന്നതിലൂടെ, പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് സ്കില്ലാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. നമ്മളെ ഗൂഗിളിന്റെ സിഇഒ, ഓക്കെ, ഹീസ് ആൻ ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ആണ്. ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ, ഹീസ് ആൾസോ എ സൗത്ത് ഇന്ത്യൻ. ഗൂഗിൾ ഇന്ത്യയിലാണ് ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നത്. സോ
ഇവരെല്ലാവരും സൗത്ത് ഇന്ത്യൻസ് ദേ ആർ ബെസ്റ്റ് ഇൻ ദി വേൾഡ്. പക്ഷെ അവർ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് നമ്മൾ ആരും ചിന്തിക്കാൻ പോകണം. യെസ്, ഗൂഗിൾ സിഇഒ IIT പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് വലിയ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതൊന്നുമല്ല. ഹീസ് നോ ഹൈ സ്കിൽ. അദ്ദേഹത്തിന് ആ ഒരു സ്കില്ലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സ്കില്ലുണ്ട്, പ്രോഗ്രാമിംഗിൽ സ്കില്ലുണ്ട്, അങ്ങനെ കുറെ അധികം സ്കില്ലുകൾ ചേർന്നിട്ടാണ് ഹീസ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആയിട്ട് മാറി ഗൂഗിളിന്റെ സിഇഒ ആയത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ സ്കിൽ 2 അല്ലെങ്കിൽ 3 ഒക്കെ വരും. ഇപ്പോ ചില ആളുകൾക്ക് കോഡിങ്, PHP കോഡ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ HTML കോഡ് ചെയ്യാൻ അറിയാം. ബേസിക്കലി ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച് IT CS ഫീൽഡിൽ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഒരു HTML, CSS, PHP, പൈത്തൺ, C++, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെ ബേസിക് ആയിട്ട് കോഡിങ് അറിയാത്ത ആരും ഉണ്ടാവില്ല. യെസ്, തോമസ് ഈസ് എ മലയാളി, റൈറ്റ്? യാ, തോമസ് ഈസ് ആൾസോ എ മലയാളി. ഓക്കെ, ഇങ്ങനത്തെ ഉള്ള ബേസിക്സ് എല്ലാം അറിയാം. പക്ഷേ നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ഒരു ഇന്റർവ്യൂല് നിങ്ങളുടെ ബെസ്റ്റ് സ്കിൽ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 ലാംഗ്വേജിൽ നിങ്ങൾ എല്ലാവരും റെസ്യൂമേൽ വെക്കും നോൺ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ അറിയാവുന്ന ലാംഗ്വേജസ്, PHP, എന്താണ് C++, HTML, അല്ലെങ്കിൽ അങ്ങനെ അത് ബ്ലാ 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 ഫുള്ള് വെക്കും അല്ലെ. നെക്സ്റ്റ്, ഇപ്പൊ നോൺ ITOCS സ്റ്റുഡൻസിന് C++ഉം ബേസിക്സ് അറിയാവുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ അവര് കോഴ്സ് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് അതറിയാം, അല്ലെങ്കിൽ അവരുടെ മേഖലയിലുള്ള ഏതെങ്കിലും ലാംഗ്വേജസോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർസോ എല്ലാം അറിയായിരിക്കും. എല്ലാവർക്കും ബാധകമാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാവണം. ആ ഒരു സ്കില്ലിംഗ് ആണ് നമ്മൾ ഈ ഗൂഗിൾ ക്ലൗഡ് പ്രോഗ്രാമിംഗിൽ നമ്മൾ കൊണ്ടുവന്നത്. ലാബുകൾ തരുന്നത് വെറുതെ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ആ കോഡുകൾ റൺ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഗിഫ്റ്റ് ഓക്കെ, അതൊരു സൈഡ് മാത്രമാണ്. ഗിഫ്റ്റ്, ബാഡ്ജസ്, നിങ്ങൾക്ക് കിട്ടുന്ന ബാഡ്ജസ്, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബാഡ്ജസ്, അതൊക്കെ ഒരു സൈഡാണ്. ബട്ട് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന സ്കിൽ, കുറെ കോഡുകൾ പരിചയമാവുന്നു, ഡെയിലി നിങ്ങൾ കോഡുകൾ റൺ ചെയ്യുന്നു. അപ്പോ നിങ്ങളോട് ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുവാണ്, ഒരു OS ഗൂഗിൾ ക്ലൗഡിന്റെ അകത്ത് ഞാൻ ഒരു മിഷൻ VM ക്രിയേറ്റ് ചെയ്തു. ആ VMലുള്ള OS എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഏത് കമാൻഡ് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു yes or no? യെസ്, കാരണം നിങ്ങൾ അത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നോളജ് അല്ല, ആ ഒരു സാധനത്തെ സ്കില്ലുണ്ട്. കുറെ പേര് എക്സ്പെഷ്യലി ബാച്ച് 1ന്റെ അകത്ത്, നിങ്ങളെ ഈ ബാച്ചിന്റെ അകത്ത് ഞങ്ങൾ ഇത്രയും ആക്റ്റീവ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ആ ബാച്ച് 1 സ്റ്റാർട്ട് ചെയ്തത്. ബാച്ച് 2 ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത്. ബാച്ച് 1, നിങ്ങളുടെ ബാച്ച് ഇറ്റ്സ് വെരി ആക്റ്റീവ്. തുടങ്ങിയ അന്ന് മുതൽ, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് നിങ്ങൾ ചെയ്തു തുടങ്ങി, ലാബുകൾ ചെയ്തു തുടങ്ങിയ അന്ന് മുതൽ ഡൗട്ടുകൾ ചോദിക്കുന്നു, ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഒരു സ്കില്ലാണ് കേട്ടോ. കാരണം ഒരു സ്കിൽ അക്വയർ ചെയ്ത ആൾക്ക് മാത്രമേ അടുത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ പറഞ്ഞു കൊടുക്കുന്നത് ഒരു സ്കില്ലാണ്. അതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ഇതിൻ്റെ അകത്ത് ചെയ്യാം. ജസ്റ്റ് സ്കില്ലിനെ കുറിച്ച് പറയുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ സ്കില്ലൊന്നുമല്ല കേട്ടോ. എനിക്ക് എഞ്ചിനീയറിംഗ് മാത്രം അറിയാം. ഡിസൈനിങ് എനിക്ക് ഡിസൈനിങ് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കതറിയാം. പബ്ലിക് സ്പീക്കിംഗ് വളരെയധികം പിന്നോട്ടുണ്ടായിരുന്ന ആളാണ്, ബട്ട് ഇപ്പോ കെയർ വരുന്നു. അതുപോലെയുള്ള കുറെ ആളുകളുണ്ട്. സ്കില്ലിംഗ് ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്തവരാണ്. നിങ്ങൾ ജസ്റ്റ് ലിങ്ക്ഡിനിൽ ചെന്നിട്ട് അജിങ്ക്യ കൊൽഹെ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഹി ഈസ് ദി മെഷീൻ ലേണിംഗ് ട്യൂട്ടർ ഇൻ ഗൂഗിൾ ക്ലൗഡ്. ഗൂഗിൾ ക്ലൗഡിൽ മെഷീൻ ലേണിംഗ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, AI കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറാണ് അജിങ്ക്യ. നല്ലൊരു വെൽ നോൺ പേഴ്സണാലിറ്റി ആട്ടോ.
കിടിലമായിട്ട് കിടിലം പ്രസന്റേഷൻ. അത് മാത്രമല്ല ഹി നോസ് മോസ്റ്റ്ലി അബൌട്ട് മെഷീൻ ലേണിംഗ്. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് എസ്പെഷ്യലി ഞങ്ങൾക്ക് ഒരു സെഷൻ ഉണ്ടായിരുന്നു പറഞ്ഞതാണ്, സ്കിൽ ഈസ് ദി ബെസ്റ്റ് നോളജ് ഇൻ അവർ വേൾഡ്. സ്കില്ലില്ലെങ്കിൽ നിങ്ങൾ എവിടെയും ചെന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എത്ര പേർക്ക് ഗൂഗിൾ, ആമസോൺ, ആപ്പിൾ, ഫ്ലിപ്കാർട്ട് ഈസ് നോട്ട്, ആമസോൺ, പിന്നെ യാഹു ഓർ ട്വിറ്റർ ലൈക്ക് ദാറ്റ്, അവിടെയൊക്കെ ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? യെസ്. ഇതിനെല്ലാത്തിനും കൂടെ ഒരു കോമൺ ആയിട്ട് ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. ഐ തിങ്ക് ഇറ്റ്സ് എ ഫാംസ് ഓർ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഓർ ഫാക്ട്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഗൂഗിളിൽ കയറാൻ നിങ്ങൾക്ക് എന്താ, യെസ് ഫാങ്, ഇതിൽ ഗൂഗിളിൽ കയറാൻ നിങ്ങൾക്ക് എന്താ വഴി എന്നറിയും? ഇപ്പൊ ഇതിന്റെ അകത്ത് കുറെ അധികം കോളേജ് ഉണ്ട്. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജ് ഉണ്ട്, നമ്മുടെ എറണാകുളത്തുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ഉണ്ട്, മാർ ബസേലിസിലെ കോളേജിലെ സ്റ്റുഡൻസ് ഉണ്ട്, GC ഇടുക്കിയിലെ സ്റ്റുഡൻസ് ഉണ്ട്, GC തൃശ്ശൂരിലെ സ്റ്റുഡൻസ് ഉണ്ട്, GC കോഴിക്കോടിലെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ കുറെ ബാച്ചസ് ഉണ്ട്. എല്ലാവരും ഏതൊക്കെ കോളേജസ് ആണെന്ന് എനിക്കറിയില്ല. എല്ലാ കോളേജസിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളെല്ലാ പേരും ഗൂഗിളിന്റെ ഒരു ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, അവർ സെലക്ട് ചെയ്തു, അതേ ഇന്റർവ്യൂവിന് IIT സ്റ്റുഡൻസ് ഉണ്ട്, NIT സ്റ്റുഡൻസും കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പോയി ഇന്റർവ്യൂ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ആർക്ക് കിട്ടുമെന്നായിരിക്കും നിങ്ങളുടെ ഒരു അസംഷൻ? IIT ഉണ്ട്, NIT ഉണ്ട്, നിങ്ങളുണ്ട്. നിങ്ങൾ ഓരോ കോളേജസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നിങ്ങളും ഉണ്ട്. പോയി കഴിഞ്ഞാൽ ആർക്ക് കിട്ടും? എല്ലാരും അവിടെ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കേടാ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. Depend upon personal skills, the person who got command over DSR. ഓക്കെ, ഗൂഗിളിന്റെ ഒരു ഔട്ട് പ്രോഗ്രാം ഞാൻ പറഞ്ഞുതരാം. അപ്ലൈ ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡിംഗ് സെക്ഷൻ ഉണ്ടാവും, ലാബ് ടെസ്റ്റ് കണക്ക്. അത് ക്ലിയർ ചെയ്യുക. ദെൻ 2 ഇന്റർവ്യൂസിലും പെർഫോമൻസ് നോക്കിയിട്ട് ഫൈനൽ സെലക്ഷൻ. ഇതാണ് ഗൂഗിൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ കോളേജ് ഒരു മാൻഡേറ്ററി അല്ല, സ്കിൽ ഈസ് മാൻഡേറ്ററി. നിങ്ങൾ IIT വരുന്നോ, NIT വരുന്നോ, അല്ലെങ്കിൽ സാധാ ഒരു ഗവൺമെന്റ് കോളേജിൽ നിന്ന് വരുന്നോ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുന്നോ, അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് അവർ നോക്കും. നിങ്ങൾ പോകുന്ന ഒരു 5 പേരെ ഞാൻ എടുക്കുവാണ്. ഒരാൾ NIT, ഒരാൾ IIT, ഒരാൾ ഒരു ഗവൺമെന്റ് കോളേജ്, ഒരാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ആൻഡ് ഒരാൾ ഒരു പ്രൈവറ്റ് കോളേജ്. ഇങ്ങനെ ഒരു 5 ഓപ്ഷൻ എടുത്തു. 5 പേരെ അവിടെ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഡിഗ്രി ഒരു ഇഷ്യൂ അല്ല. 5 പേർക്കും ഡിഗ്രി ഉണ്ട്, 5 പേരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ, ആ സമയത്ത് കോളേജ് ഒരു പ്രയോറിറ്റി അല്ല. അവിടെ പിന്നെ നോക്കുന്നത് സ്കില്ലാണ്. ഓക്കെ, പക്ഷേ ഒരു ബിക്കോസ് ഉണ്ട് അവിടെ. 5 പേർക്കും ഒരേപോലെ സ്കില്ലുണ്ട്. അത് ഒരേപോലെ ഡിഗ്രീസ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവിടെ IIT കാരനെ മാത്രമേ എടുക്കുള്ളൂ. അത് വേറൊരു കാര്യം. കാരണം ഒരേപോലെ സ്കില്ലുണ്ട്, എല്ലാവർക്കും ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ. ബട്ട് അവിടെ ഡിഗ്രി ഇല്ല, സ്കില്ല് നോക്കുമ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആർക്കാണോ സ്കില്ല് അവരെ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അത് ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ മാൻഡേറ്ററി ഇല്ല. സ്കിൽ ആർക്കാണോ സ്കിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പിന്നെ ഡിഗ്രി നോക്കും. സെക്കൻഡറി ആണ് ഡിഗ്രി. ഫസ്റ്റ് പ്രൈമറി എന്ന് പറയുന്നത് സ്കില്ലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ടേ ചെയ്യാവൂ. നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് കോഡ് ചെയ്യരുത്. എന്തുകൊണ്ട് എറർ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് കാരണം അതാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക്
സ്കിൽ സ്റ്റാക്കും ഉണ്ട്, നോളജ് സ്റ്റാക്കും ഉണ്ട്. ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ഇതൊന്നും ഒരു നോളജ് അല്ല. ടെക്നോളജിയെ കുറിച്ച് പഠിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ, ഇതൊന്നും നോളജ് അല്ല. ഇതെല്ലാം സ്കിൽ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ്. സ്കിൽ സ്റ്റാക്കിൽ പെടുന്നതാണ് ഈ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻസ്. കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലാണ്. അതേ കണക്ക് ടെക്നോളജികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്, അതിനെ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. വെറുതെ നോളജ് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഞാനിപ്പോ പറയുന്നത് മുഴുവൻ നിങ്ങൾക്കൊരു നോളജ്, ഒരു സ്കില്ലല്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്ന എനിക്കൊരു സ്കില്ലാണ്. ഞാൻ പറഞ്ഞു തരുന്ന മുഴുവൻ നിങ്ങൾക്കൊരു നോളജ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? യെസ്. ജസ്റ്റ് ഒരാള് ഒരു ബാത്താബിന്റെ അകത്ത് സ്വിം ചെയ്യാൻ വേണ്ടി ചാടുവാണോ അത് വെറുതെ നിൽക്കുവാണോ എന്നുള്ള ഡൗട്ട് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും വരാം. ഹീസ് ഗോയിങ് ടു സ്വിം. നമ്മൾ ഇതുപോലെയാണ്. നമ്മൾ ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ പറയാണ് ഞാൻ ഇതിന്റെ അകത്ത് മുങ്ങി താഴുന്നു, പൊങ്ങുന്നു എന്നൊക്കെ. അല്ല, നമ്മൾ വലിയൊരു സ്പേസിൽ നിന്നിട്ട് നമ്മൾ ചെറിയ സ്ഥലം ആദ്യം അക്യൂർ ചെയ്യുക. ആ ഒരു സ്ഥലത്ത് നമ്മളുടെ നോളജ് ഉണ്ടാക്കുക. അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇമേജ് മാത്രമാണ്. ഈ ഒരു ബാത്തബിനെ നിങ്ങൾ ഒരു സ്കില്ലായിട്ട് എടുക്കുക, ഒരു ഗൂഗിൾ ക്ലൗഡ് ആയിട്ട് എടുക്കുക. ആ ആള് ഇതിന്റെ അകത്ത് ഫുൾ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് പുറത്തേക്ക് ഇനി അടുത്ത സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, എല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ അധികം ബഗ് വരും, അല്ലെങ്കിൽ ഒരു ഐഡിയാസ് വരാതിരിക്കും. എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് വന്നിട്ടുണ്ട്, അജേഷിനും വന്നിട്ടുണ്ടോ? ഓഫ്കോഴ്സ്. കാരണം കുറെ ബഗ് ഒക്കെ വരും. കുറെ ബഗ് മാത്രമല്ല, കുറെ ഐഡിയാസ് ഒന്നും വരില്ല, ഇങ്ങനെ ഇരിക്കും, കിട്ടില്ല. പ്രോഗ്രാമിംഗ് ചെയ്യാൻ അവിടെ ഇരുന്ന ഒരു ജന്മത്ത് കിട്ടില്ല. ലാപ്പിന്റെ ഫ്രണ്ടിലൊക്കെ അല്ലെങ്കിൽ പി സിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ബട്ട് ഇതേപോലെ എവിടെയെങ്കിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആ ഐഡിയ വരുന്നത്, ഇറങ്ങിയോടും. ഇതേ കണക്കത്തെ അവസ്ഥ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒരു കൗതുകം കൊണ്ട് കേട്ടോ. ഇനി പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്ന ഇനിയുള്ള 2021 ബാച്ച് നിങ്ങൾക്ക് വരും കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന പലതും എവിടെയെങ്കിലൊക്കെ റൺ ആവാതിരിക്കും. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിലിരുന്ന് വെറുതെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ട് അവിടെ ചെയ്ത് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോ അവിടെ നിന്നൊക്കെ കിട്ടും. ഓക്കെ, നമ്മളിനി ക്വസ്റ്റിലേക്ക് കടക്കുവാണ്. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് കടക്കാം. എല്ലാം റെഡി ആണോ? ലാപ്പ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്തു തരാം. നമുക്ക് വീഡിയോസ് നമ്മൾ ചെയ്തു തരാം. പിന്നെ എന്താണ് പിന്നെ ഉള്ളത്, നമുക്ക് എന്താണ് വീഡിയോസ് അയച്ചു തരാം. പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, എല്ലാം റെഡി ആണെങ്കിൽ ഗീവ് മീ എൻ എസ് ഗൂഗിൾ. ഓക്കെ, ഓക്കെ. ഗൂഗിൾ ഡെവലപ്പർ എസെൻഷ്യൽ കോസ്റ്റ്, വെരി ബേസിക്. പറയുന്നത് കണക്ക് തന്നെ ഡെവലപ്പർ സൈഡ് എസെൻഷ്യൽസ് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റിൽ പറയുന്നത്. ഫുള്ളി ഓൺ ഡെവലപ്പർ സൈഡ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇനി വരുന്ന എന്ന് വെച്ചാൽ പാസ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഇതിലുണ്ടാവും 2020 അവരൊഴികെ ബാക്കിയുള്ളവർക്ക്, അല്ലെങ്കിൽ ഇനി പാസ് ഔട്ട് ആവുന്നവർക്ക് നിങ്ങൾക്ക് പുതിയ പോകുന്ന കമ്പനിയിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിനൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സൈഡാണിത്. മാക്സിമം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഒക്കെ സ്വന്തമായി ചെയ്യാം. ഒരു പ്രൊജക്ട് സെന്ററിന്റെയോ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഗൂഗിൾ ക്ലൗഡ് വെച്ചിട്ട് തന്നെ പലതും ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു സൈഡാണ് ഗൂഗിൾ ഡെവലപ്പർ എസെൻഷ്യൽസ് ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈഡ്. ഇതിനകത്ത് മൊത്തത്തിൽ ഒരു 5 ലാബ് ഉണ്ടെന്നാണ് അജീഷ് നേരത്തെ പറഞ്ഞു. സോറി, 6 ക്വസ്റ്റ് ഉണ്ട്, 5 ക്വസ്റ്റ് ഉണ്ട്. ഇതിന്റെ അകത്ത് ആദ്യത്തെ ക്വസ്റ്റ് ആണ് ഗൂഗിൾ ഡെവലപ്പർ എസെൻഷ്യൽ ക്വസ്റ്റ്. ഓക്കെ, ഇതിന്റെ അകത്ത് മൊത്തത്തിൽ ഒരു 5 ലാബ്, ഞാൻ ലാബുകൾ കാണിച്ചു തരാം.
ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഞാൻ ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 5ലാണ് വെദർ ഡേറ്റ ഇൻ BigQuery. വെദർ ഡേറ്റനെ മനസ്സിലാക്കുക, അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, അതിനെ കമ്പാരിസൺ ചെയ്യുക, എന്നിട്ട് ഒരു പ്രഡിക്ഷൻ നടത്തുക. ഇതൊക്കെയാണ് വെദർ ഡേറ്റ ഇൻ BigQueryയിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ക്ലൗഡ് ഇമേജസ് ഓഫ് ക്ലൗഡ്സ് ഇൻ ക്ലൗഡ് വിത്ത് ഓട്ടോ ML ഉപയോഗിച്ചിട്ട്, മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് ഒരു ക്ലൗഡിനെ ഡിറ്റക്ട് ചെയ്യുക. അതാണ് ഈ ഒരു ലാബിൽ ചെയ്യുന്നത്. ഇത് 2 ലാബുകളുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഇത് ഓർ ലാബാണ്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. ഇത് ടൈം എടുക്കുന്നതാണ് ക്ലൗഡ് ഇമേജസ്. ML പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. നാച്ചുറൽ പ്രോഗ്രാമിംഗ് APIയിലാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഗൂഗിൾ അസിസ്റ്റന്റ്. നമ്മൾ ഓക്കെ ഗൂഗിൾ ഇല്ലേ, അതേപോലെ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഒരു റെസ്റ്റോറന്റ് ലൊക്കേറ്ററിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഒരു റെസ്റ്റോറന്റ് ലൊക്കേറ്ററിനെ ഗൂഗിൾ ക്ലൗഡ് വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു സിമ്പിൾ ജസ്റ്റ് ഒരു സാധനം. ഓക്കെ, പിന്നെ ഒരു ആപ്പ് എഞ്ചിൻ. ആപ്പ് എഞ്ചിൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ആപ്പ് എഞ്ചിൻ, അത് ജാവ വെച്ചിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജാവ വെച്ച് ചെയ്യാം. പൈതൺ ആണ് ഇഷ്ടമെങ്കിൽ പൈതൺ വെച്ചും ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഒരു ലാബ്, ഇറ്റ്സ് അഡീഷണൽ ലാബ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും ഇവിടെയുള്ള ഒരു ഡോട്ട്, ഇറ്റ്സ് ബ്ലാങ്ക് ഡോട്ടുകളായിരിക്കും. ഇടയ്ക്ക് ഗ്യാപ്പിട്ടുള്ള ഒരു ടെമ്പററി ബ്ലോക്കാണിത്. ഓട്ടോ സ്കെയിലിംഗ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ആൻഡ് കസ്റ്റം ക്ലൗഡ് മോണിറ്ററിംഗ് മെട്രിക്സ്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അതൊരു ക്ലൗഡ് മോണിറ്ററിങ്ങിനെയും ഒക്കെ കുറിച്ച് നമുക്ക് എങ്ങനെ ഒരു ആപ്പ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ മോണിറ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഞാൻ ഇന്നിപ്പോ ഈ ഒരു ലാബ് പറയുന്നുണ്ടാവില്ല, ബാക്കിയുള്ളതായിരിക്കും പറയാം. ഓക്കെ, ബാക്കിയുള്ളതിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ക്ലൗഡ് ജസ്റ്റ് ഡിക്ഷണറിയിലൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ക്ലൗഡിന് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക. വല്ലവന്റെയും കമ്പ്യൂട്ടറിൽ നമ്മൾ കയറി ഇരുന്ന് നമ്മുടെ സാധനങ്ങൾ ഡിപ്ലോയ് ചെയ്യുകയും നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരും. ഗെറ്റിംഗ് തിങ്സ് ഡൺ യൂസിങ് സംവൺ എൽസ് കമ്പ്യൂട്ടർ. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കുന്നു. യെസ്, അതിന്റെ മെയിൻ്റനൻസ്, പ്രൊവിഷൻസിങ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, സെക്യൂരിറ്റി, ഫയൽ റിക്കവറി, അതെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. അത് അവർ ഓർത്തോളും. ആരാണോ നമുക്ക് സിസ്റ്റം തന്നെ ആ ആൾ ഓർത്തോളണം എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ക്ലൗഡ്. ഓക്കെ, നമുക്ക് ബിഗ് ഡാറ്റ അല്ലെങ്കിൽ BigQuery എന്താണെന്ന് പറയാം. BigQuery ഒരു പെറ്റാബൈറ്റ് എത്രയെന്ന് അറിയാം? 1 petabyte. നോ ആൻസർ. 1 petabyte എത്ര TB ആണെന്നെങ്കിലും പറഞ്ഞാൽ മതി. യെസ്, 1024 TB is 1 petabyte. അത്രയും പെറ്റാബൈറ്റ് ഉള്ള ഒരു ഡാറ്റ അനലിറ്റിക്കൽ വെയർഹൗസ് ആണ് ബിഗ് ഡാറ്റ അല്ലെങ്കിൽ BigQuery. ഗൂഗിളിന്റെ BigQuery എന്ന് പറയുന്നത് 1 petabyte, ഒരു പെറ്റാബൈറ്റ് ഡാറ്റ അനലിറ്റിക് വെയർഹൗസ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു BigQuery എന്ന് പറയുമ്പോൾ 1024 TB അവരുടെ ഡാറ്റാ സെന്ററുകൾക്ക് മാത്രം അത്രയും കപ്പാസിറ്റി കൂടുതലുണ്ട്. അപ്പോ അവിടെ നിന്നുള്ള ഡേറ്റാസിനെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു BigQuery ആണ്. എന്താണ് BigQuery ആണ് അവരുടെ അനലിറ്റിക് വെയർഹൗസ് ആണ്. ഫുൾ കാര്യങ്ങളും അവരാണ് ശ്രദ്ധിക്കുന്നത്. അതിന്റെ അകത്താണ് ഫസ്റ്റ് കാര്യം. ഗൂഗിൾ BigQueryനെ കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്, ഈസി ടു യൂസ്. നിങ്ങൾക്ക് SQL അറിയോ? യെസ്, യു ക്യാൻ ഡൺ വിത്ത് ദാറ്റ്. അതിൻ്റെ അകത്ത് ഇൻഡെക്സസ് എന്ന് പറയുന്ന പരിപാടിയില്ല. ഓപ്പൺ സ്റ്റാൻഡേർഡ് ആണ്, ഓപ്പൺ യൂസ് ആണ്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പബ്ലിക് ഡാറ്റ സെറ്റ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ആരോടും നിങ്ങൾ ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നോ പെർമിഷൻസ്, ഒരു പെർമിഷൻസിന്റെ ആവശ്യമില്ല അത് ഉപയോഗിക്കാൻ. SQL അറിയോ? നിങ്ങൾക്ക് ഉപയോഗിക്കാം. യെസ്, ഡയറക്റ്റ് ആയിട്ട് SQL വെച്ചിട്ടാണ് BigQuery വർക്ക് ചെയ്യുന്നത്. ടോട്ടലി റിലയബിലിറ്റി, നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഗൂഗിൾ ആണ് ആ ഗൂഗിൾ ഡാറ്റാ സെന്റർ ആണ് അതിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഗൂഗിൾ ഡാറ്റാ സെന്ററിലുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് അവര്
നിങ്ങൾക്കുള്ള ആ ബിഗ് ക്വറി വർക്ക് ചെയ്യാനുള്ള ഡാറ്റാസ്, ആ അനലിറ്റിക് ഡാറ്റ തരുന്നത്. എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തുപയോഗിക്കുന്നു അതിനുള്ള പൈസ മാത്രം കൊടുക്കുക. ബിഗ് ക്വറി മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. എനിക്കൊരു ഡാറ്റ സെറ്റിനെ കമ്പയർ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കോവിഡ് ഞാൻ ചെയ്തുകൊണ്ട് പറയാണ്. കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കോവിഡിന്റെ ഒരു പബ്ലിക് ഡാറ്റ യുഎസിന്റെ, ഇന്ത്യയുടെ അല്ല കേട്ടോ, യുഎസിന്റെ പബ്ലിക് ഡാറ്റ സെറ്റ് ഗൂഗിളിന്റെ വെയർഹൗസിൽ ഉണ്ട്. ഓക്കെ, എത്ര പേർക്ക് കോവിഡ് വന്നു, ഇനി എത്ര പേർക്ക് വരാൻ സാധ്യത ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കോവിഡ് പബ്ലിക് ഡാറ്റ സെറ്റ് വേണമെങ്കിൽ data.gov, പബ്ലിക് data.gov, അങ്ങനെ എന്തോ ഒരു ഡാറ്റ സെറ്റ്, പബ്ലിക് ഡാറ്റ സെറ്റ് ഉണ്ട്. ആ പബ്ലിക് ഡാറ്റ സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പബ്ലിക് ഡാറ്റ, ഇന്ത്യക്കകത്തുള്ള കോവിഡ് കണക്കുകളും ബാക്കി കാര്യങ്ങളും ഡെത്ത് റേറ്റുകളും ഒക്കെ അതിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇറ്റ്സ് പ്യൂർലി ഫ്രീ. ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറേജ്, നിങ്ങൾക്ക് എത്രമാത്രം സ്റ്റോറേജ് വേണം അതിനുള്ള പൈസ കൊടുക്കണം. പിന്നെ ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുച്ഛമായ ഒരു പൈസ കൊടുക്കണം. എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് അതിനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി. വലിയ 10,000 20,000 ഒന്നും കൊടുത്ത് നിങ്ങൾ ഇതിന്റെ അകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 1,000 2,000 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റോറേജ് എത്ര വേണം എന്നുള്ളതിനും പിന്നെ കണക്കാക്കണം. അല്ലാതെ ഈ പ്രോസസിങ് ഫീസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഓഫ് $2 or $3 അങ്ങനെ എന്തോ ഉള്ളൂ. ഓക്കെ, ഇനിയുള്ള കാര്യം, ഗൂഗിൾ ബിഗ്ക്വറി എന്ന് പറയുന്നത് 2 സർവീസസ് ആണുള്ളത്. ഒന്ന് ബിഗ്ക്വറി മാനേജ് സ്റ്റോറേജ്, സ്റ്റോറേജ് വെച്ചിട്ടുള്ള ഒരു ബിഗ്ക്വറി ഉണ്ട്. പിന്നെ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ബിഗ്ക്വറി ഉണ്ട്. സ്റ്റോറേജ് വെച്ചതെന്ന് പറയുമ്പോൾ സ്കെയിലബിൾ ഡേറ്റാസ് ആണ്, ഡേറ്റ സ്റ്റോറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആഡ്സെൻസ് ഇല്ലേ, യൂട്യൂബ് ഉപയോഗിക്കുന്ന ആഡ്സ്, ജിമെയിൽ ഉപയോഗിക്കുന്ന ജിമെയിൽ, ഇതൊക്കെ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണോ അതേ സ്റ്റോറേജിങ് ആണ് നിങ്ങൾ ബിഗ്ക്വറി മാനേജ് ചെയ്യാൻ നേരത്തും ഉപയോഗിക്കുന്ന സ്റ്റോറേജ്. സെയിം റെപ്ലിക്ക. നിങ്ങൾക്ക് ജിമെയിലിൽ എത്രമാത്രം സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അതേ കണക്ക് തന്നെ അത്രയും എത്ര റിലയബിലിറ്റി അല്ലെങ്കിൽ അത്ര സ്കെയിലബിലിറ്റി ഉണ്ടോ ആ സ്റ്റോറേജിന്, അതേ സ്റ്റോറേജ് സിസ്റ്റം ആണ് നിങ്ങൾ ബിഗ്ക്വറിയിലും മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ആ ഒരു സ്റ്റോറേജിന് വാല്യൂബിൾ ഉണ്ട്. അത് മാത്രമല്ല എന്തുമാത്രം ഫാസ്റ്റ്നെസ് ഉണ്ടാവും ആ സ്റ്റോറേജ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. കംപ്ലീറ്റ് ചെയ്യ ഒരു ഗൂഗിൾ പ്രൊഡക്റ്റ് ആണ്. പിന്നെ അനാലിസിസ്, ഗൂഗിളിന് ഒരു ഓൺ ക്വറി ഉണ്ട്. SQL എഞ്ചിൻ പോലെ ഗൂഗിൾ ക്രിയേറ്റ് ചെയ്ത ഒരു എഞ്ചിൻ ഉണ്ട്. ആ എഞ്ചിൻ എന്ന് പറയുന്നത് ഡെർമൽ, അത് ഗൂഗിളിന്റെ സ്വന്തം എഞ്ചിനാണ് കേട്ടോ, അത് പുറത്തൊന്നും ആർക്കും കിട്ടില്ല. ഡെർമൽ ക്വറി എഞ്ചിൻ ടെക്നോളജി എന്ന് പറയും. SQL പോലെ തന്നെയാണ് ഡെർമൽ എഞ്ചിൻ ക്വറി എഞ്ചിൻ എന്ന് പറയുന്നത്. അത് ഗൂഗിളിന് സ്വന്തമായിട്ടുള്ളതാണ്, പബ്ലിക്ലി യൂസ് ഇല്ല. ഗൂഗിളിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡെർമൽ ക്വറി എഞ്ചിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിന് എത്രമാത്രം SQL ക്വറി ഫാസ്റ്റ് ആണോ അതേപോലെ അതിനും മുകളിൽ ഡെർമൽ ക്വറി എഞ്ചിൻ ഫാസ്റ്റ് ആണ്. അതാണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പോഴും. ഓക്കെ, ഇതാണ് ജസ്റ്റ് അബൌട്ട് ഓഫ് ബിഗ്ക്വറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ലാബ് 1 വരാം. വെദർ ഡേറ്റ ഇൻ ബിഗ്ക്വറി എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലാബ്. ഇതിന്റെ അകത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു പബ്ലിക് ഡാറ്റ സെറ്റിനെ നമ്മൾ എടുക്കും, ഒരു വെദറിന്റെ, അതിന്റെ റിലേഷനും കോറിലേഷൻസും ഒക്കെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളാണ് ലാബിൽ ചെയ്യുന്നത്. നമുക്ക് ലാബ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് അതിന്റെ സിനാരിയോ എന്ന് കാണിച്ചു. ഓക്കെ, ഓവർവ്യൂ. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ ലാബിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്? ഇതാണ് ലാബിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്യാൻ പോകുന്നത്. ഒരു ബിഗ്ക്വറി കൗൺസിലിൽ നിന്ന് ഇന്ററാക്റ്റീവ് ക്വറീസിനെ ക്യാരി ഓൺ ചെയ്യുക, കമ്പൈൻ ചെയ്യുക, റൺ ചെയ്യുക, അനലറ്റിക്സ് ചെയ്യുക. ഒരു മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാം, അതിനെ എങ്ങനെ റൺ ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് അനലറ്റിക്സ് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ പഠിക്കുന്നത്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ചെയ്യാനായിട്ട്. വലിയ ലെങ്ത് ഒന്നും നോക്കണ്ട.
ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്. വെതറിനെ കുറിച്ച്. ഓക്കെ. ഇനി നമുക്കൊരു ML നെ കുറിച്ച് പറയാം. ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് പോവാം. രണ്ടാമത്തെ ലാബ് എന്ന് പറയുന്നത് ഓട്ടോ ML ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയും. ഓട്ടോ മെഷീൻ ലേണിംഗ് വിഷൻ എന്ന് പറയും. ഇതിന്റെ അകത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ജസ്റ്റ് സിമ്പിൾ. നിങ്ങളൊരു ഡാറ്റ സെറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഡാറ്റ സെറ്റിനല്ല, ഒരു ക്ലൗഡ് സ്റ്റോറേജിൽ ഒരു ഡാറ്റ സെറ്റിനെ ലേബൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. ഒരു ക്ലൗഡിനെയാണ്, ക്ലൗഡ്സിന്റെ ഇമേജസ് ഇല്ലേ, പല ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് ഉണ്ട് നമുക്ക്. അങ്ങനെയുള്ള ക്ലൗഡ്സിന്റെ ഡേറ്റാസിനെ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. അതിന് ഓട്ടോ ML വിഷൻ വെച്ചിട്ട് കണക്ട് ചെയ്ത് CSV ലേബൽ ചെയ്ത ഫയലിനെ നമ്മൾ റൺ ചെയ്യും. പിന്നെ ആ ഒരു ഫയലിനെ ട്രെയിൻ ചെയ്യിക്കും. നമ്മുടെ മെഷീൻ ലേണിംഗ് മെഷീനെ പഠിപ്പിക്കും. നമ്മുടെ മെഷീൻ ഏതാണോ ആ മെഷീനെ നമ്മൾ പഠിപ്പിക്കും. ആ മെഷീനെ പഠിപ്പിച്ചിട്ട് അതിന്റെ ആക്യുറസി വാല്യുവേറ്റ് ചെയ്യും. ഓക്കെ. നമ്മൾ ഒരു ഡേറ്റ സെറ്റ്, ഫുൾ ഡേറ്റ സെറ്റിനെ എടുത്തു. അതെന്ന് പറയുന്ന ഒരു തൗസൻഡ്സ് ഓഫ് ഇമേജസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. ആ ഇമേജിനെ നമ്മൾ നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. അതിനെ പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നു. മെഷീനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ട്രെയിൻ ചെയ്യിക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതിന്റെ ആക്യുറസി എങ്ങനെ എത്രമാത്രം ഉണ്ടെന്നുള്ള ഇവാലുവേറ്റ്. പിന്നെ എന്ത് ചെയ്യും? നമ്മളൊരു പ്രഡിക്ഷൻ നടത്തും. നമ്മളൊരു മോഡൽ കൊടുക്കും. നമുക്ക് 2 ഇമേജസ് ഇവർ തന്നിട്ടുണ്ട്. ആ ഇമേജസിനെ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കും. അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ പ്രഡിക്ഷൻസ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണ്. ഇതിന് പ്രയർ ആയിട്ട് നിങ്ങൾക്ക് ML നോളജ് വേണം, മെഷീൻ ലേണിംഗ് നോളജ് വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ലാബിലൂടെ കിട്ടുന്നത്. ഓക്കെ. ഒരു പ്രയർ നോളജ് ഒന്നും വേണ്ട. ഇത് ഒരു പപ്പിയാണ്, ഒരു മഫിനും ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? Give me yes or no. Yes, okay. ഇതൊരു പപ്പയാണ്, ഒരു മഫിനാണ്. ഓക്കെ. ഞാൻ ഇതൊരു ML-ലേക്ക് കൊടുത്ത് എന്റെ മെഷീനിൽ കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ മെഷീൻ കണ്ടുപിടിക്കും അല്ലെ. എന്നാൽ ഇതിൽ ഏതാ പപ്പി ഏതാ മഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കൊച്ചിന്റെ അടുത്ത് കൊണ്ടുപോയി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയും, അറിയാത്തവരാണ്. നമ്മൾ എങ്ങനെയാ കൊച്ചുകുട്ടികളോട് അല്ലെങ്കിൽ നിങ്ങൾ കാറുകൾ കണ്ടുപിടിച്ചത്? അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാവും അതെന്താ കാർ, വീണ്ടും ചോദിച്ചിട്ടുണ്ടാവും അതെന്താ കാർ. പല ടൈപ്പ് ഓഫ് കാറുകൾ കണ്ടിട്ടാണ് നിങ്ങൾ കാറ് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ഇതിന്റെ അകത്ത് മഫിൻസ് ഉണ്ട്, പപ്പീസ് ഉണ്ട്. ഏത് പപ്പി ഏത് മഫിൻ എന്ന് നമ്മൾ മെഷീനെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെഷീൻ ലേണിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മെഷീൻ ലേണിംഗ് ചെയ്തതാണെങ്കിൽ ഇതിന്റെ അകത്ത് മഫിൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഇമേജ് കണ്ടാൽ ജസ്റ്റ് ഒരു പപ്പി കണക്കില്ലെങ്കിലും രണ്ടാമത്തെ ഇമേജ് വെച്ച് കമ്പയർ ചെയ്താൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ പപ്പി. മഫിനാണ് ആദ്യത്തത്, പിന്നെ പപ്പി, അങ്ങനെയുള്ളത്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് റൂൾ ഉണ്ടാവും. ഇന്നതാണ് ഇന്നത് എന്ന് നമ്മൾ കുറേ ഇമേജസ് വെച്ച് പഠിപ്പിക്കും. പല ടൈപ്പ് ഓഫ് ഇമേജസ് കൊടുക്കും. ഒരു പപ്പിയുടെ ആണെങ്കിൽ പപ്പിയുടെ പല ടൈപ്പ് ഓഫ് പപ്പീസിന്റെ ഇമേജസ് നമ്മൾ കൊടുക്കും. എന്നിട്ട് പറയും ഇതാണ് പപ്പി. ഒരു കൂട്ടം പപ്പീസിന്റെ ഇമേജസ് കൊടുക്കും, ചിലപ്പോൾ സിംഗിൾ പപ്പീസിന്റെ കൊടുക്കും, പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് കൊടുക്കും, പിക്ചേഴ്സ് കൊടുക്കും. എല്ലാം കൊടുത്തിട്ടാണ് നമ്മളതിനെ ട്രെയിൻ ചെയ്യിക്കുക. അതേ കണക്ക് മഫിൻസിന്റെ കാര്യമാണെങ്കിലും അതെല്ലാം ചെയ്യും. ഗൂഗിൾ മെഷീൻ ലേണിംഗ് എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലേണിംഗ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു മെഷീൻ ലേണിംഗ് കംപ്ലീറ്റ് ചെയ്യുക. ഇതിനൊരു പ്രയർ നോളജ് ഒന്നും വേണ്ട കേട്ടോ ഈ ഗൂഗിൾ ക്ലൗഡിന്റെ അകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ഫുൾ ലെങ്ത് കോഡൊന്നും എഴുതുന്നില്ല. ജസ്റ്റ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു മെഷീൻ ലേണിംഗ് ഗുഡ് മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗുഡ് മെഷീൻ ലേണിംഗ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി
ഹൈ ക്വാളിറ്റി ട്രെയിനിങ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഗുഡ് മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി ഒരു 2 or 4 days മാത്രം എടുക്കും ചിലപ്പോൾ ട്രെയിൻ ചെയ്ത് തീരാൻ തന്നെ. നിങ്ങൾക്ക് അത് ഈ ലാബ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ലാബിന്റെ അകത്ത് ആ ക്ലൗഡിനെ ഇൻസേർട്ട് ചെയ്യാൻ തന്നെ 20 to 30 minutes എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ ട്രെയിൻ ചെയ്യാൻ 25 minutes വീണ്ടും എടുക്കും. സിസ്റ്റം ട്രെയിൻ ചെയ്തെടുക്കാൻ ജസ്റ്റ് ഒരു 100 or 200 ഇമേജസ് മാത്രമേ ഉള്ളത്. ആ ഇമേജസിനെ ട്രെയിൻ ചെയ്യാൻ തന്നെ ഒരു 20 minutes or 25 minutes എടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെ ഇപ്പോൾ ഇവിടെ ഉള്ള മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് ഒക്കെ എത്ര മാത്രം വർക്ക് ചെയ്തിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഗൂഗിൾ ക്ലൗഡ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ API ഉണ്ട്. ഒരു മെഷീൻ ലേണിംഗ് API. മെഷീൻ ലേണിംഗ് APIസിന്റെ 3 ഉപകാരങ്ങളല്ല, നമുക്ക് മെഷീൻ ലേണിംഗ് API കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, നമുക്കുള്ള പ്രയോജനങ്ങളാണ്. ഒന്ന്, അത് പ്രീ ട്രെയിൻഡ് മെഷീൻ ലേണിംഗ് മോഡലാണ്. ആൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ്. നമ്മുടെ ഗൂഗിൾ ക്ലൗഡിന്റെ അകത്ത് API ആൻഡ് സർവീസസിൽ നിങ്ങൾ കുറേ അധികം APIs എനേബിൾ ചെയ്യൊക്കെ ചെയ്തു. അതേ കണക്ക് ഒരു മെഷീൻ ലേണിംഗ് API ഉണ്ട്. അതിൻ്റെ അകത്ത് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്, ട്രെയിൻ ആവാത്ത ഡേറ്റാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മെഷീൻ ലേണിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ APIs ഒക്കെ ഉപയോഗിക്കും. ആ ഒരു API ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റന്റും ഗൂഗിൾ ഫോട്ടോസും വർക്ക് ചെയ്യുന്നത്. നിങ്ങളെ ഗൂഗിൾ ഫോട്ടോസിന്റെ അകത്ത് ചില സമയത്ത് നിങ്ങളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അതുപോലെ ഇരിക്കുന്ന കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ട് ഗൂഗിൾ ഫോട്ടോ ഒരു ഫ്രെയിം ഉണ്ടാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും. അതേ കണക്ക് നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങളൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫേസുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഓട്ടോ ടാഗ് ആവുന്ന ഒരു ഓപ്ഷനും ഫേസ്ബുക്കിലുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഇവരുടെ എന്ന് പറയുന്ന ഒരു സെയിം ടെക്നോളജി എങ്ങനെയാണോ ഒരു ഗൂഗിൾ API വർക്ക് ചെയ്യുന്നത് അത് ആൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ വരണം എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാം. ഓക്കെ, എൻ്റെ ഒരു FBയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു, എൻ്റെ ഒരു ഫേസ് വെച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. എന്നിട്ട് നിങ്ങളെ കൂടെ എല്ലാം ഞാൻ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തു. ആൾറെഡി ആ ഒരു ഫോട്ടോ വരുമ്പോൾ നമ്മുടെ ആ മെഷീൻ എന്ത് ചെയ്യുമെന്ന് പറയാം, ആ ഡേറ്റാ സെന്റർ എന്ത് ചെയ്യും, ആ ഫോട്ടോയിലുള്ള എല്ലാ ഇമേജസിലുള്ള ആളുകളും വേറെ ഏതെങ്കിലും സ്വന്തമായിട്ട് അക്കൗണ്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഫോട്ടോസിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എൻ്റെ ഇമേജിനെ അവിടെ കണ്ടപ്പോൾ ഇവിടെ എൻ്റെ ഇമേജ് ഉണ്ട്, എൻ്റെ പേരുണ്ട്, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എന്നെ അതിലേക്ക് ടാഗ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഇതൊരു മെഷീൻ ലേണിംഗ് ആണ്, പഠിപ്പിച്ച് വെച്ചേക്കുവാണ്. ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ ആ ഇമേജിലുള്ള എത്ര ഫേസസ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഇമേജ് എന്താണോ അത്രയും കാര്യങ്ങൾ ലേൺ ചെയ്തിട്ട് അത് മറ്റുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യുക എന്നുള്ളവരാണ് മെഷീൻ ലേണിംഗിൽ APIസിൽ പറഞ്ഞു കൊടുത്തേക്കാം. അത് ആൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള കാര്യം. ഇത് ഉപയോഗിക്കാൻ ഒരു നോളജിന്റെ ആവശ്യമില്ല, 0 പ്രയർ നോളജിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകുമോ എന്നുള്ളൊരു കാര്യം മാത്രം മതി, വേറെ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. ഓക്കെ, ഗൂഗിൾ ക്ലൗഡ് മെഷീൻ ലേണിംഗ് APIക്കകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ ബേസ്ഡ് ML ഉണ്ട്. ഈ മെഷീൻ ലേണിംഗ് APIസിന്റെ അകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. വിഷൻ ബേസ്ഡ് ML ലേണിംഗ് APIs ഉണ്ട്. വീഡിയോ ഇന്റലിജൻസ്, വീഡിയോസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനെ ലേൺ ചെയ്തെടുത്തേക്കുന്ന, അതിനെ കമ്പയർ ചെയ്യാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്, വീഡിയോ ഇന്റലിജൻസ് APIs ഉണ്ട്. സ്പീച്ച്, നമ്മൾ പറയുന്ന കാര്യത്തിനെ ടെക്സ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യാം, അപ്പോൾ സ്പീച്ച് റെക്കഗ്നൈസേഷൻ ആണ്. സ്പീച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ലേൺ ചെയ്തിട്ട് അതിൽ നിന്നും ടെക്സ്റ്റ് ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന APIs. അതിപ്പോൾ
ഈ കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. എന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിൽ ഫോൺ കേൾക്കും, എന്നിട്ട് അതിനെ ടെക്സ്റ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, ആപ്പിന്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫോറിനേഴ്സ് ഒക്കെ, അപ്പൊ അവരെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെ ടെക്സ്റ്റ് ആയിട്ട് കാണിക്കും. അതൊരു മെഷീൻ ലേണിംഗ് ആണ്, പഠിപ്പിച്ചു കൊടുത്തേക്ക് വേണം ഇന്ന വാക്കുകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് APIs ഉണ്ട്. നാച്ചുറൽ ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേഷൻ, നിങ്ങൾ ട്രാൻസ്ലേഷൻസ് ഉപയോഗിക്കുന്നുണ്ടാവും. ഹിന്ദി ടു മലയാളം, അല്ലെങ്കിൽ ജാപ്പനീസ് ടു മലയാളം, ഇംഗ്ലീഷ്, ജാപ്പനീസ് ടു മലയാളം, അങ്ങനെയുള്ളത്. അതിൻ്റെ അകത്ത് ഓരോ ലെറ്റേഴ്സും ഇന്നതാണ്, അല്ലെങ്കിൽ ഓരോ വേർഡ്സ് ഇന്നതാണെന്ന് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ആൾറെഡി പറഞ്ഞു കൊടുത്തേക്കാണ് സിസ്റ്റത്തിന്. ഗൂഗിളിന്റെ ട്രാൻസ്ലേഷൻ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വർക്ക് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ആൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇന്നതാണ്, ഇന്ന വേർഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വരിക എന്നുള്ള കാര്യം കുറേ പ്രാവശ്യം മെഷീനെ പഠിപ്പിച്ച് വെച്ചേക്കാണ്. അത് വെച്ചിട്ടാണ് ഒരു മാക്സിമം ഒരു 90% ആക്യുറസിയിൽ മെഷീൻ ലേണിംഗ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റന്റിനോട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് മലയാളത്തിൽ റിപ്ലൈ ചെയ്യുന്നതിന് കാരണം ഇതേ കണക്ക് മെഷീൻ ലേണിംഗും ഒക്കെ AI ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ റീജിയണൽ ലാംഗ്വേജസ് ഒക്കെ ഇപ്പോഴും 90% ആക്യുറസി മാത്രം, 90%ഓളം ആക്യുറസി വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും ഓൺ മേക്കിങ്ങിലാണ് എല്ലാവരും. അതേ കണക്കാണ് ട്രാൻസ്ലേഷന്റെ കാര്യത്തിലും 90% ആക്യുറസി മാത്രമേ എല്ലാ ലാംഗ്വേജസിലും വന്നിട്ടുള്ളൂ. 100% ആക്യുറസി ഇംഗ്ലീഷ് ഒഴികെ ബാക്കി ഒരു ലാംഗ്വേജിലും വന്നിട്ടില്ല. കാരണം ലേൺ ചെയ്യാനുള്ള സമയം എടുക്കുന്നതും അതിനെ പഠിപ്പിച്ച് ചില സമയത്ത് വേർഡുകൾ അർത്ഥങ്ങൾ മാറും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറും. ചിലപ്പോൾ ഒരു സെന്റൻസ് ഒരു സമയത്ത് പറയുന്ന എഫക്റ്റ് ആയിരിക്കില്ല രണ്ടാമത് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ലെറ്റേഴ്സ് മാറ്റി പറയുമ്പോൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെയാണ് ഈ മെഷീൻ ലേണിംഗ് APIs. നിങ്ങൾക്ക് പ്രൊജക്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മെഷീൻ ലേണിംഗ് ഫുൾ കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഈ APIs ഗൂഗിൾ ക്ലൗഡിൽ കയറുക, ഈ API മാത്രം വാങ്ങുക, ഇത് വെച്ച് നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നാച്ചുറൽ ലാംഗ്വേജ് ഞാൻ ഒരിത് പറഞ്ഞു. സെക്കൻഡ് ലാബ് എന്ന് പറയുന്നത് 2 ലാബുകളാണ്. ഓവർ ലാബ് ഇട്ടിട്ടുള്ള 2 ലാബുകളാണ്. അതിൽ രണ്ടാമത്തെ ലാബും എൻറ്റിറ്റി ആൻഡ് സെന്റിമെന്റ് അനാലിസിസ് വിത്ത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്. അതും ഇതേ കണക്ക് ML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനാണ്. ML ആണ്, മെഷീൻ ലേണിംഗ് തന്നെയാണ്. അതൊരു നാച്ചുറൽ ലാംഗ്വേജ് API റിക്വസ്റ്റ് ചെയ്യും, അത് കോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അനാലിസിസ്, ടെക്സ്റ്റ് അനാലിസിസ് ചെയ്യും. പിന്നെ പെർഫോമിംഗ്, ടെക്സ്റ്റിനെ ലിംഗ്വിസ്റ്റിക്കൽ അനാലിസിസ്. വേറെ ഒരു ലാംഗ്വേജ് ഉണ്ട്, എന്ന് വെച്ചാൽ ജാപ്പനീസ് അല്ലെങ്കിൽ ഫ്രഞ്ച്, അങ്ങനെയുള്ള ലാംഗ്വേജസിനൊക്കെ എടുത്ത്, ഹിന്ദി, ഇതിനൊക്കെ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതാണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. പ്രൊജക്റ്റിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് അനാലിസിസ് ഒക്കെ ചെയ്യാനുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈ API യൂസ് ചെയ്യാം, നാച്ചുറൽ ലാംഗ്വേജ് API ഉപയോഗിക്കാം. ഡിഫറെന്റ് ലാംഗ്വേജസ് വെച്ചിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ചൈനീസ്, ഹിന്ദി ആൻഡ് ഫ്രഞ്ച് ഓർ ജർമ്മൻ ഏതോ ലാംഗ്വേജസ് ആണ് കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഏത് ലാംഗ്വേജസ് വേണമെങ്കിലും ലേൺ ചെയ്യിക്കാം, അത് കഴിഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു ലാബിൽ പറയുന്നത്. ഇനിയുള്ളത് ഒരു ഗൂഗിൾ അസിസ്റ്റൻസ്. ഓക്കെ, ഗൂഗിൾ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഓക്കെ ഗൂഗിൾ കണക്ക് തന്നെയാണ്. നിങ്ങൾ ഓക്കെ ഗൂഗിൾ വരുന്നതിന് മുമ്പേ ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ റെസ്റ്റോറൻ്റ് ഒക്കെ, നിയർ ബൈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് വെച്ചിട്ടായിരുന്നു, ഗൂഗിൾ അസിസ്റ്റൻസ് വെച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്തത്. ഇതിൻ്റെ അകത്തുള്ള ഓവർവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ പൈപ്പ്ലൈൻ കൺസെപ്റ്റ് ചെയ്യും. ഒരു ഡയലോഗ് ഫ്ലോ എന്ന് പറയുന്ന ഒരു ഏജന്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത്, അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഒക്കെ ബിൽഡ് ചെയ്യും. അതിൻ്റെ അകത്ത് നിങ്ങൾ എൻറ്റിറ്റീസും ക്ലൗഡ് ഫങ്ഷൻസും ഒക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ആപ്പ് ഉണ്ടാക്കും.
ഓക്കെ. എന്നിട്ട് നിങ്ങൾ ക്രെഡൻഷ്യൽസ് എന്താ അതിനെ ഒതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെഡൻഷ്യൽസ്, പിന്നെ എന്തെങ്കിലും ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ചാൽ മാപ്പ് APIs വേണം, അടുത്തുള്ള മാപ്പ് കണ്ടുപിടിക്കാനുള്ള മാപ്പ് APIs വേണം, വിഷൻ APIs വേണം, അങ്ങനെ കുറച്ചധികം APIs അതെല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് അതിനെ പ്ലേസസ്, ഏത് പ്ലേസ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്ലേസ് APIs വേണം. അങ്ങനെയുള്ള APIസിനൊക്കെ എനേബിൾ ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻബിൽഡ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫുൾഫിൽമെന്റ് ലോജിക് എന്ന് പറയുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താ പറയാ, നിങ്ങളെ പ്ലേസസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു API ഉണ്ട്. ആ API ഒരു ക്ലൗഡ് ഫംഗ്ഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന ഒരു ലോജിക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ്. തമ്മിൽ രണ്ടും കൂടി ആ ഒരു ലോജിക് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യും നമ്മൾ. പിന്നെ അതിൽ ഡിപ്ലോയ് ചെയ്യും ജസ്റ്റ്. എന്നിട്ട് നമ്മൾ അതിന്റെ ആക്ഷൻ നോക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം അതാ ഞങ്ങൾ പറഞ്ഞത്, ഇതൊരു ഡെവലപ്പർ സൈഡ് ക്വസ്റ്റ് ആണ്. അത് മാത്രമല്ല, ഈ ഒരു ട്രാക്ക് ഫുൾ ഡെവലപ്പർ സൈഡാണ്. ഫുൾ നിങ്ങളുടെ പ്രൊജക്റ്റിനൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയതായിട്ട് കയറുന്ന കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് പറയാം, എനിക്ക് മിനിമം ഇതെങ്കിലും ചെയ്യാൻ അറിയാം, ഗൂഗിൾ ക്ലൗഡ് വെച്ചിട്ട് എനിക്ക് ഇതെങ്കിലും മിനിമം ചെയ്യാൻ അറിയാം എന്ന് പറയാൻ പറ്റും. നേരത്തെ നിങ്ങളെല്ലാം ജനറലി ബേസിക്സ് പഠിച്ചു, ജസ്റ്റ് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇനി ഒരു ഡെവലപ്പർ സൈഡിലാണ് ഇതെല്ലാം പഠിക്കാം. ഇങ്ങനെയുള്ള കാര്യം ഇതാണ് ഈ ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇനിയുള്ളത് ഒരു ആപ്പ് എൻജിൻ. ആപ്പ് എൻജിൻ രണ്ടെണ്ണം ഉണ്ട്. ജാവ വെച്ച് ചെയ്യുന്നതുകൊണ്ട് പൈതൺ വെച്ച് ചെയ്യുന്നതുണ്ട്. ഞാൻ പൈതൺ വെച്ചുള്ളത് പറഞ്ഞുതരാം. ജാവ വെച്ചുള്ളതും പൈതൺ വെച്ചുള്ളതും സെയിം തന്നെയാണ്, കോഡുകളിൽ മാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ. ആപ്പ് എൻജിൻ എന്താണ്? ആപ്പ് എൻജിൻ എന്ന് പറഞ്ഞത്, ആപ്പ് എൻജിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. പാസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, 3 ടൈപ്പ് ഓഫ് ക്ലൗഡുകളുണ്ട്. അതിൽ പാസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആപ്പ് എൻജിൻ. നിങ്ങൾക്ക് ഒരു വെബ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ബാക്ക് എൻഡ് ക്ലൗഡിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ ഈ ആപ്പ് എൻജിൻ ഉപയോഗിക്കണം. ഈസി ആയിട്ട് ആപ്പ് എൻജിൻ ഉപയോഗിച്ച് ഡിപ്ലോയ് ചെയ്യാം. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കോഡ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്കെയിലിംഗ്, ലോഡ് ബാലൻസിങ്, ട്രാഫിക് സ്പ്ലിറ്റിംഗ്, ഇതെല്ലാം എറർ റിപ്പോർട്ടിംഗ് ആൻഡ് മോർ, ഇതെല്ലാം ആപ്പ് എൻജിൻ സ്വയം ചെയ്യും. നിങ്ങളുടെ കോഡ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ ഓട്ടോ സ്കെയിലിംഗ് ചെയ്യണോ, ലോഡ് ബാലൻസിങ്, ട്രാഫിക് സ്പ്ലിറ്റിംഗ്, A/B ടെസ്റ്റിംഗ്, എറർ റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആപ്പ് എൻജിൻ സ്വയം ചെയ്യും. അത് ഓൾറെഡി അങ്ങനെയാണ് അതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കോഡിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം, ഇപ്പോൾ നിങ്ങളൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. നമ്മളൊരു വെബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പാസ് ഔട്ട് ആയതൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? ഇനി പോകുന്നവർ നിങ്ങളെല്ലാവരും ഒരു പ്രൊജക്ട് ചെയ്യും. നിങ്ങൾ കമ്പനികളിൽ കയറുമ്പോൾ നിങ്ങൾ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്നത്, നിങ്ങൾ ഒരു വെബ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് ഫേസ് ഉണ്ടാവും. ആ ടെസ്റ്റിങ്ങിലും അത് ക്രോമിൽ വർക്ക് ആവുമോ, മോസില്ലയിൽ വർക്ക് ചെയ്യുമോ, ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ വർക്ക് ചെയ്യുമോ, ഐഫോണിൽ വർക്ക് ചെയ്യുമോ, നിങ്ങളുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ചെയ്യുമോ, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തും. അതെല്ലാം അത് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ അതിന് കോഡ് ചെയ്ത് കൊടുക്കും. ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കണം കാണേണ്ടത്, ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം കാണേണ്ടത്, ഇന്ന ഒരു ക്രോമിൽ വരുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ എനേബിൾ ആവണം, മോസില്ലയിൽ വരുമ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ അതിന് പകരമുള്ള സാധനങ്ങളൊക്കെ എനേബിൾ ആവണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ കോഡുകളിൽ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമൊന്നും നിങ്ങൾ ചിന്തിക്കാതെ കോഡിങ് എങ്ങനെയാണോ കോഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആപ്പ് എങ്ങനെയാണോ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണേണ്ടത്, അതുപോലെ നിങ്ങൾ കോഡ് ചെയ്യും. ഓക്കെ. കോഡിംഗ് ലാംഗ്വേജസും ഫ്രെയിം വർക്ക്. കോഡിംഗ് ലാംഗ്വേജ്, പോപ്പുലർ ആയിട്ടുള്ള കോഡിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈതൺ, ജാവ, PHP, Go, Node.js, C#, .NET,
extra, etc. Okay. So framework, we can go Fast, Spring, Web, App2, Web2Py. അങ്ങനെ പറയുന്ന കുറേയധികം പോപ്പുലർ ഇതുണ്ട്. പോപ്പുലർ ടൂൾസ് എക്ലിപ്സ്, ഇന്റലിജൻസ്, ഫയർജാം, ജെൻകിൻസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ മിക്കവാറും ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യും. ഓക്കെ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യാൻ പോകും ഇതിൻ്റെ അകത്ത് ഒരു കോഡ് പ്രൊഡക്ഷനിൽ നിന്ന് കോഡ് ടു പ്രൊഡക്ഷൻ ഒരു സിംഗിൾ കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിനെ പ്രൊഡക്ഷൻ സ്റ്റേറ്റിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ആപ്പ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് G-Cloud ഡിപ്ലോയ് ആപ്പ്, യെസ് അതാണ്, അല്ലെങ്കിൽ G-Cloud ആപ്പ് ഡിപ്ലോയ്, ഇങ്ങനെ ഏതൊരു കോഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്പിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്ലോയ് ചെയ്ത് പ്രൊഡക്ഷനിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് സേഫ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാം, വിത്ത് സീറോ ഡൗൺ ടൈം. ഇതിൻ്റെ അകത്ത് ട്രാഫിക് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ വേർഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് വേർഷൻസ് ക്രിയേറ്റ് ആവും. അതിൽ മാക്സിമം യൂസേഴ്സിനെ ആപ്ലിക്കേഷൻ വേർഷൻ ടൈപ്പ് എയിലേക്ക് ആപ്പ് എഞ്ചിൻ സ്പ്ലിറ്റ് ചെയ്ത് വിടാം. അത് മാക്സിമം ട്രാഫിക് ആയി കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ട്രാഫിക് 2ലേക്ക് എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ വേർഷൻ ബിയിലേക്ക് ട്രാഫിക് സ്പ്ലിറ്റ് ചെയ്ത് വിടാം. ആപ്ലിക്കേഷൻ വേർഷൻ 1 ഫുൾ ആയി കഴിഞ്ഞാൽ മൈഗ്രേറ്റ് ട്രാഫിക് ഉപയോഗിച്ചിട്ട് അത് നേരെ ഫുൾ ആപ്ലിക്കേഷൻ വേർഷൻ ബിയിലേക്ക് പിന്നെയുള്ള ട്രാൻസാക്ഷൻസ് കീപ്പ് ചെയ്യും. പിന്നെ ആര് കയറിയാലും അത് ആപ്ലിക്കേഷൻ വേർഷൻ ബിയിലേക്കായിരിക്കും കയറുക. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ കോഡിൽ ഫോക്കസ് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് നടക്കുന്ന ബാക്ക് എൻഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ആപ്പ് എഞ്ചിൻ സ്വയം ഫിക്സ് ചെയ്ത് വെച്ച് ഡൗൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. നിങ്ങൾക്ക് ഇതെല്ലാം കൂടുതൽ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഗൂഗിൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. docs.google.com അങ്ങനെ എന്തോ ആണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ എടുത്തിട്ട് തരാം. ആ ഒരു ഡോക്യുമെന്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവും എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പൈതൺ വെച്ചിട്ടുള്ള ഐ തിങ്ക് ദിസ് ഓക്കെ, ഇതിന്റെ അകത്ത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒരു ആപ്പ് ഡിപ്ലോയ് ചെയ്യണം, ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഗിറ്റ്ഹബിൽ നിന്ന് ഹെലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഹെലോ വേൾഡ്, ജസ്റ്റ് ഹെലോ വേൾഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഡിപ്ലോയ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റും, എന്നിട്ട് വീണ്ടും ഡിപ്ലോയ് ചെയ്യും. അങ്ങനെ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യമാണ്. ഒരു ആപ്പിനെ ഡൗൺലോഡ് ചെയ്യാം, ഹലോ വേൾഡ് ആപ്പിനെ ഡൗൺലോഡ് ചെയ്തു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തും, അതിനെ ഡിപ്ലോയ് ചെയ്യുന്നു, വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആപ്പിനെ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അതിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇടാം, അത് കഴിഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഈ ലാസ്റ്റ് ലാബ് അഡീഷണൽ ലാബാണ്, അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ. നിങ്ങൾക്ക് മാക്സിമം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ആഴ്ചത്തെ ഈ വീക്കിൽ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ട്രാക്ക് 2 ആണ്. അതിൽ ഗൂഗിൾ ഡെവലപ്പർ എസെൻഷ്യൽസ്, ഓക്കെ ഗൂഗിൾ വിത്ത് ഗൂഗിൾ ക്ലൗഡ് അസിസ്റ്റൻസ്. അതെന്ന് വെച്ചാൽ ഒരു ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് ആപ്പാണ്. ഗൂഗിൾ അസിസ്റ്റൻസുമായിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആപ്പ്. അതിനാണ് നമുക്ക് ഒരു സ്കിൽ ബാഡ്ജ് ഉള്ളത്, വേറെ ഒന്നിനും സ്കിൽ ബാഡ്ജ് ഇല്ല. പിന്നെ മെഷീൻ ലേണിംഗ് API ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു മെഷീൻ ലേണിംഗ്, ക്ലൗഡിന്റെ ഡെവലപ്മെന്റ്, പിന്നെ ക്ലൗഡ് ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇങ്ങനെയുള്ള ഒരു 5 ക്വസ്റ്റ്യാണ് നിങ്ങൾ ഈ ഒരു ട്രാക്കിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്.
ഡെവലപ്പർ, ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പർ സൈഡ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ അകത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ സ്കിൽ ബാഡ്ജസ്, നിങ്ങളുടെ ബാഡ്ജസിങ്ങിലേക്കും മുകളിലുള്ള റാക്ക് ഫുള്ള് നിങ്ങളുടെ ട്രസ്റ്റ് ബാഡ്ജ്, സ്കിൽ ബാഡ്ജ് ഒരെണ്ണം, നേരെ ക്ലൗഡ് ഇന്ററാക്റ്റീവ് ആപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ സ്കിൽ ആയിട്ടുണ്ട് എന്ന് പഠിക്കുന്ന ഒരു സ്കിൽ ബാഡ്ജസുമാണ് നിങ്ങൾക്ക് ഉള്ളത്. ആൻഡ് ഓക്കെ, നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ട് മാത്രമല്ല, ചാറ്റ് സപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 35 or 40 ഒക്കെയാണ് പലർക്കും ക്യൂ ടൈം കൊടുക്കുന്നത്. നിങ്ങളുടെ ക്യൂ ടൈം കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ ടൈം ലാബൊക്കെ ടൈം ഔട്ട് ആവും. അതല്ലാതെ വേറൊരു കാര്യമുണ്ട്, support@quicklab.com. വേണമെങ്കിൽ എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ഒരു മെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ ചാറ്റ് സപ്പോർട്ട് അല്ലാതെ മെയിൽ അയച്ചാലും അവർ റിപ്ലൈ ചെയ്യും. ഓക്കെ, ക്വിക്കായിട്ട് റിപ്ലൈ ചെയ്യും. അവർ മെയിലിംഗ് ടീമുണ്ട്, അവർക്ക് ചാറ്റ് സപ്പോർട്ട് അല്ലാതെ ഇതുപോലെ മെയിൽ അയച്ചാൽ സപ്പോർട്ട് ചെയ്യാനുള്ള ടീമും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു support@ നിതിൻ, can you please switch off? Okay. ഓക്കെ, support@quicklabs.com. ഈ ഒരു മെയിലിംഗ് അഡ്രസ്സിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാലും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അത് മറന്നു പോരുത്. ചാറ്റ് സപ്പോർട്ട് മാത്രമല്ല, ഇങ്ങനൊരു മെയിൽ അഡ്രസ്സും കൂടെ ഉണ്ട്. അപ്പോൾ ആ മെയിൽ അഡ്രസ്സിലേക്കും കൂടെയൊക്കെ നിങ്ങൾ സപ്പോർട്ടൊക്കെ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്ക്രീനിൽ കാണിക്കുന്ന പ്രസന്റേഷൻ ഗ്രൂപ്പിലിട്ടേക്കാം. യെസ്, നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലല്ല, നിങ്ങൾക്ക് ഒരു ഡോക്ക് ഷെയർ ചെയ്ത് തരാം. അത് കഴിഞ്ഞ പ്രസന്റേഷൻ്റെയും ഡോക്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഈ ക്വസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ടൈം ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ആരുമില്ല, എല്ലാവരും ഓണാക്കി വെച്ചിട്ട് പോയേക്കോണം. സെക്കൻഡ് ലാബ് 2 hours ആവും. യെസ്, ക്വസ്റ്റ്യൻ 2-ലെ ട്രാക്ക് 2-ലെ ലാബ്, ക്വസ്റ്റ്യൻ നമ്പർ 1-ലെ ലാബ് 2, ടാസ്ക് 2-ലെ ട്രാക്ക് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1-ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1-ലെ ട്രാക്ക് 2 ലാബ് നമ്പർ 2 എന്ന് പറയുന്നത് 2 hours ആവും. കാരണം മെഷീൻ ലേണിംഗ് ആണ് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് എടുക്കുന്നവർക്ക് മെഷീൻ ലേണിംഗിൽ മെഷീനെ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒരു 20 to 30 minutes എടുക്കും. അത് ട്രെയിൻ ചെയ്തെടുക്കാനും 30 minutes എടുക്കും. അത് നെറ്റ്വർക്ക് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നാച്ചുറൽ ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യുന്നതിന് അത്രയും അവേഴ്സ് എടുക്കില്ല. ബട്ട് മെഷീൻ ലേണിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇച്ചിരി സമയം എടുക്കും അത് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2 എണ്ണത്തിൽ ഒരെണ്ണം എന്ന് പറയുന്നത് സെക്കൻഡ് ലാബ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആയതുകൊണ്ടാണ് 2 hours എടുക്കുന്നത്. മറ്റേത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ്, അത് പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ്. ട്രാക്ക് മെയിൽ ഇന്ന് വരും. ഇതിപ്പോൾ കഴിഞ്ഞ ഉടനെ ഞാൻ മെയിലിംഗ് ചെയ്ത് തുടങ്ങും. അപ്പോൾ മെയിൽ കിട്ടും എല്ലാവർക്കും. ട്രാക്ക് ലിങ്കിന്റെ ടാക് 2-ന്റെ ലിങ്ക് ഓക്കെ, അത് പെട്ടെന്നായിരിക്കും. സെപ്റ്റംബർ 20-ക്കുള്ളിൽ സ്കിൽ ബാഡ്ജ് ഉൾപ്പെടെ എല്ലാം ചെയ്യേണ്ടത്. യെസ്, സെപ്റ്റംബർ 20-ക്കുള്ളിൽ നിങ്ങൾ ട്രാക്ക് 3 അടക്കം, എന്ന് വെച്ചാൽ ഇനി ഒരു ട്രാക്കും കൂടെ ഉണ്ട്. നെക്സ്റ്റ് വീക്കിൽ ഇതേപോലെ ഞായറാഴ്ച നമ്മളൊരു ഇതും കൂടെ വരും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരു ട്രാക്ക് തരും. ആ ട്രാക്കും കൂടെ ഉൾപ്പെടെ അതിലുള്ള സ്കിൽ ബാഡ്ജ് ഇതുവരെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാക്ക് 2 അടക്കമുള്ള എല്ലാം സെപ്റ്റംബർ 20-ക്കുള്ളിൽ തീർക്കണം. എനി അതർ ക്വസ്റ്റ്യൻസ്? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. പലരും ഇപ്പോ നമ്മള് ബ്രൗസറില് തീർക്കണമെന്നായിരുന്നു, പക്ഷെ ഡെഡ് ലൈൻ ഞങ്ങൾ വെക്കുന്നില്ല. നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുക. കാരണം നിങ്ങൾ സ്പീഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ വരുമോ എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. വെറുതെ ഇങ്ങനെ നിങ്ങളുടെ ക്രെഡിറ്റ്സ് കളയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ടൈം എടുത്ത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ട്രാക്ക് 1, ട്രാക്ക് 2, ട്രാക്ക് 3 പ്ലസ് 8 സ്കിൽ ബാഡ്ജസ് അടക്കം തീർക്കാൻ നിങ്ങൾക്ക് സെപ്റ്റംബർ 20th വരെ ടൈമുണ്ട്.
ഓക്കെ എന്തെങ്കിലും പിന്നെ ഒരു കാര്യമുണ്ട്, പലരും ഇപ്പോൾ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ അല്ലാതെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇനിയുള്ള ലാബുകൾ എന്തായാലും നിങ്ങൾ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ തന്നെ ചെയ്യണം. നിങ്ങളുടെ ക്രെഡിറ്റ് ലോസ് ആവരുത്. മറ്റേ ക്രോമിൽ ടാബിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ എന്തായാലും ഇനി മുതൽ ചെയ്യണം. ഓക്കെ. ഹലോ ചേട്ടാ, ഹലോ ഹലോ ഞാൻ പറയുന്നത് കേട്ടോ. ഹലോ, കേൾക്കാം, പറയും. ഞാൻ ട്രാക്ക് വണ്ണിലെ ക്വസ്റ്റ് അപ്പോൾ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താ. മറ്റേ ലിസ്റ്റിൻ്റെ അകത്ത്, പക്ഷേ അതിൻ്റെ അകത്തൊന്നും കാണിക്കുന്നില്ല. ട്രാക്ക് 1 എല്ലാ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? ട്രാക്ക് 1 ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ക്വസ്റ്റ് എല്ലാം മിനിങ്ങാന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതാ. മറ്റേ ലിസ്റ്റിൽ 0 കാണിക്കുന്നത്. പേരെന്താ? സജിനാണോ? സജിൻ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം സജിനെ. ഞാനൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് പേഴ്സണൽ മെയിൽ ചെയ്യാം. മെയിലല്ല, ജസ്റ്റ് ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം എന്താ ഇഷ്യൂ എന്നുള്ളത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട് ക്വസ്റ്റിൻ്റെ കാര്യത്തിൽ. ക്വസ്റ്റുകളുടെ അപ്ഡേറ്റ്, ക്വസ്റ്റിൻ്റെ കാര്യത്തിലല്ല, പ്രോഗ്രസിൻ്റെ അപ്ഡേറ്റിൽ ഒരു കാര്യം. എല്ലാ ദിവസവും വരുന്ന നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ആ ദിവസം രാവിലെ 1 മണി, ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളതായിരിക്കും. കാരണം 1 മണിക്ക് ശേഷം അവർ 1 മണി വരെ ഉള്ള പ്രോഗ്രസ് എടുത്തിട്ടാണ് നമുക്ക് മെയിൽ അയച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു മണി വരെയുള്ള പ്രോഗ്രസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 മണിക്ക് ശേഷം ചെയ്യുന്ന മിക്കവാറും നിങ്ങളുടെ അപ്ഡേറ്റുകളിലൊന്നും കാണിക്കില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കേണ്ടത് എല്ലാവരും. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ ക്രെഡിറ്റിൻ്റെ കാര്യം, ക്രെഡിറ്റ് തീരുവാണെങ്കിൽ മാത്രം നിങ്ങൾ വറി ചെയ്താൽ മതി. തീരുമ്പോൾ ഞങ്ങൾ അറിയിക്കുക. അല്ലാതെ ചേട്ടാ ഞങ്ങൾക്ക് ഇപ്പോൾ 400 ക്രെഡിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ക്രെഡിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട. നിങ്ങൾക്ക് 50ക്ക് താഴെ എപ്പോൾ ക്രെഡിറ്റ് പോകുന്നോ അപ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ക്രെഡിറ്റ് തരാനുള്ള വഴി എന്താണെന്ന് ഞങ്ങളപ്പോൾ പറയും. ഓക്കെ. ദേവദർശ്, യു ക്യാൻ ലീവ് ഇറ്റ്. ഓക്കെ, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഡൗട്ട്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഞങ്ങൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. Okay, everyone happy on. Thank you.